അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അയൽക്കാരൻ്റെ അവകാശങ്ങൾ വിവരിച്ചു തുടങ്ങിയപ്പോൾ അവന് അനന്തരാവകാശവും കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി. അള്ളാഹുവിലും ഖിയാമത്ത് നാളിലും വിശ്വാസമുള്ളവർ അയൽക്കാരെ കഷ്ടത്തിലാക്കാതിരിക്കട്ടെ. പെണ്ണുങ്ങളെപ്പറ്റി നിങ്ങൾ അന്യോന്യം നല്ലത് ഉപദേശിക്കുക. അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അയൽക്കാരന് നന്മ ചെയ്യട്ടെ, ദ്രോഹിക്കാതിരിക്കട്ടെ എന്നിങ്ങനെയെല്ലാം നിരവധിയായ ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഒരുത്തൻ്റെ കൈകളിൽ നിന്ന് അയൽവാസി നിർഭയനല്ലെങ്കിൽ അള്ളാഹുവാണ് സത്യം, അവൻ വിശ്വാസിയല്ല അല്ല എന്നാണ് മറ്റൊരു ഹദീസിൽ പറയുന്നത്. ഒരാൾ പറഞ്ഞു, നബിയെ, ഇന്ന സ്ത്രീ നിസ്കാരവും നോമ്പും സക്കാത്തുമൊക്കെ കടൽ പോലെ ചെയ്തു കൂട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ അവളുടെ നാവ് പാമ്പ് പോലെ അയലത്തേക്ക് നീളുന്നുവെത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൾ നരകത്തിലാണ്. ഇന്ന സ്ത്രീ നിസ്കാരത്തിലും നോമ്പിലുമൊക്കെ കഷ്ടിപിഷ്ടിയാണത്രേ. അതോടൊപ്പം അവൾ അയൽവാസികളെ നന്നായി പരിഗണിക്കുന്നു. അവർക്കൊരു ശല്യവും ഇവളെ കൊണ്ടില്ലതാനും. നബി പറഞ്ഞു, സ്വർഗത്തിലെ പുതുമണവാട്ടിയാണ് അവൾ. ഒരുത്തൻ്റെ ശല്യത്തെപ്പറ്റി അയൽക്കാർ നിർഭയരല്ലെങ്കിൽ ആ മൊശകോടൻ സ്വർഗം കാണില്ല എന്ന് ഹദീസിൽ പറയുന്നു. അയൽക്കാർ പട്ടിണിയുടെ ഉമിത്തിയിൽ വെന്തുരുകുമ്പോൾ വയറ് നിറച്ച് ശാപ്പിട്ട് ഏമ്പക്കമിട്ട് സുഖമായി ഉറങ്ങുന്ന ശാപ്പാട്ട് രാമൻ നമ്മിൽപ്പെട്ടവനല്ല. അയൽക്കാരൻ പട്ടിണി കിടക്കുന്നത് അറിഞ്ഞ് മൂക്കറ്റം തിന്നുന്ന ഒരു മനുഷ്യനും എന്നിൽ വിശ്വസിച്ചവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അയൽക്കാരോടുള്ള കടമ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ രോഗിയായാൽ നീ ചെന്ന് കാണണം, അവൻ മരിച്ചാൽ മയ്യത്തിൻ്റെ കൂടെ പോകണം, സംസ്കരിക്കണം, കടം ചോദിച്ചാൽ കൊടുക്കണം, തുണി ചോദിച്ചാൽ കൊടുക്കണം, അവന് നല്ലത് വന്നാൽ അഭിനന്ദിക്കണം, വിഷമം വന്നാൽ ആശ്വസിപ്പിക്കണം, അങ്ങോട്ട് കാറ്റും വെളിച്ചവും കടക്കാത്ത വിധം നിന്റെ വീടിൻ്റെ മതിലും കെട്ടി ഉയർത്തരുത്. നീ പാകം ചെയ്യുന്ന വിഭവം അവന് കൊടുക്കുന്നില്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സുഗന്ധം കേൾപ്പിച്ച് അവനെ നുണപ്പിക്കരുത്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിച്ചു, എനിക്ക് സ്വർഗത്തിൽ അങ്ങ് വലിഞ്ഞു കയറിയിരിക്കാൻ പറ്റുന്ന ഒരു സൽക്കർമ്മം പറഞ്ഞു തരണം. നബി പറഞ്ഞു, നല്ലത് ചെയ്തോളൂ. അയാൾ വീണ്ടും ചോദിച്ചു, ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്ന് എങ്ങനെ അറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയൽവാസിയോട് ലോഹ്യത്തിൽ കഴിയുക. അവൻ നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നല്ലവൻ തന്നെ, നീ മോശമാണെന്ന് അവൻ പറഞ്ഞാൽ നീ മോശം തന്നെ. 3 തരത്തിലാണ് അയൽക്കാരുള്ളത്. ഒരു ഓഹരി മാത്രമുള്ളവൻ, ഇവൻ ഏറ്റവും താഴേക്കിടയാണ്. 2 ഓഹരിയുള്ളവൻ, 3 ഓഹരിയുള്ളവൻ. ഒന്നാമൻ ശിർക്കുള്ളവനാണ്, ഇയാൾക്ക് അയൽക്കാരൻ്റെ ഓഹരി മാത്രം. രണ്ടാമൻ വിശ്വാസിയാണ്, ഇയാൾക്ക് 2 ഓഹരിയുണ്ട്. മൂന്നാമൻ വിശ്വാസിയുമാണ്, ബന്ധുവുമാണ്, ഇയാൾക്ക് 3 ഓഹരിയുണ്ട്. വിശ്വാസിയുടെ ഓഹരി, കുടുംബക്കാരൻ്റെ ഓഹരി, അയൽക്കാരൻ്റെ ഓഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നു, അബൂദറേ, നീ കറി വെക്കുമ്പോൾ വെള്ളം ചേർത്ത് നീട്ടണം, അയൽക്കാരനും കൊടുക്കണം, ഒറ്റയ്ക്ക് വിഴുങ്ങരുത്. വിശ്വാസികളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ
ഒറ്റ കലം പുഴുങ്ങി തിന്നരുതേ, അയൽക്കാരിയെ നിസ്സാരമാക്കരുതേ, ഒരാട്ടിൻ കുളമ്പെങ്കിലും എറിഞ്ഞു കൊടുക്കണേ, ഒരിറ്റ് ചാറെങ്കിലും കൊടുക്കണേ. അയലത്തെ അതിര് കണക്കാക്കേണ്ടത് 40 വീടപ്പുറമാണ്. ഒട്ടകത്തെ ചുട്ട് മൃഷ്ടാന്നം ഭുജിക്കുകയായിരുന്നു ആ പുത്രനും പിതാവും. സാധാരണക്കാരനല്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബിയുമാണ്. ചുട്ട മാംസത്തോട് ഇഷ്ടമുള്ള കുട്ടി തൊട്ടടുത്ത വീട്ടിൽ മണം കേട്ട് പൊട്ടിക്കരഞ്ഞു. ഗതിയില്ലാത്ത തള്ളയും കരഞ്ഞുപോയി. കുട്ടിയുടെയും തള്ളയുടെയും കരച്ചിൽ പക്ഷേ നബിമാർ കേട്ടില്ല. 2 വീടുകൾക്കിടയിലെ മതിലാണ് കാരണം. അവർ രണ്ടാളും വയറു നിറയെ സുഖമായി തിന്നുമ്പോൾ അപ്പുറത്തൊരു കുഞ്ഞ് ഒരു കഷ്ണം കിട്ടാൻ കൊതിച്ചു കരച്ചിൽ തുടർന്നു. ഇക്കാരണം കൊണ്ടാണത്രേ യാക്കൂബ് നബിക്ക് പുത്രനെ നഷ്ടപ്പെട്ട് ദീർഘകാലം വിരഹം അനുഭവിക്കേണ്ടി വന്നത്. യാക്കൂബ് നബിയുടെ മകൻ എന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ തെറ്റിയതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. ഒടുവിൽ വിവരമറിഞ്ഞത് മുതൽ യാക്കൂബ് നബിയുടെ കണ്ണുകൾ പേമാരി വർഷിക്കാൻ തുടങ്ങി. അത് തോരാതെ നീണ്ടു പോയി. പിന്നെ അദ്ദേഹം തൻ്റെ വീട്ടിൽ ഒരു ചിട്ടയുണ്ടാക്കി. ഭക്ഷണത്തിൻ്റെ നേരമായാൽ ഒരാൾ തട്ടിൻപുറത്ത് കയറി ബാങ്ക് വിളിക്കുന്നത് പോലെ 5-6 തവണ വിളിച്ചു കൂവും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഭക്ഷണം കഴിക്കാത്തവർ വരുവിൻ, ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് പോകുവിൻ. ഈ വിളി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വരുന്നത് വരെ കാത്തിരിക്കും. ഷെയ്ഖ് ഇബ്നുൽ മുബാറക് പറയുന്നു, ഞാനൊരിക്കൽ ഹജ്ജ് കഴിഞ്ഞ് ഹറമിൽ വിശ്വസിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. 2 മലക്കുകൾ തമ്മിലുള്ള സംഭാഷണമാണ്. ഇക്കൊല്ലം ഹാജിമാർ എത്ര? 6 ലക്ഷം. അവരിൽ എത്ര പേരുടെ ഹജ്ജ് സ്വീകരിച്ചു? 0. അതെന്താ? അതോ ഒരു രസമുള്ള കഥയാണ്. ഹജ്ജിൽ പങ്കെടുക്കാത്ത ഒരാളുടെ ഹജ്ജ് സ്വീകാര്യമായി. തന്മൂലം അതിൻ്റെ ബർക്കത്ത് കൊണ്ട് 6 ലക്ഷം ഹജ്ജും സ്വീകാര്യമായിരിക്കുന്നു. അതെങ്ങനെ? ഡമാസ്കസിലെ മുവഫക്ക് എന്ന ചെരുപ്പ് കുത്തി ഹജ്ജിന് വരാനൊരുങ്ങി. അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷേ അയാളുടെ ഹജ്ജാണ് സ്വീകരിച്ചത്. ഇത് കേട്ട് ഞെട്ടിയുണർന്ന ഞാൻ പുലർച്ചെ ഡമാസ്കസിലേക്ക് പുറപ്പെട്ടു. ചെരുപ്പ് കുത്തിയായ മുവഫക്കിനെ അന്വേഷിച്ച് കണ്ടെത്തി. ഞാൻ എൻ്റെ സ്വപ്നം അദ്ദേഹത്തോട് പറഞ്ഞു. ഇതിൻ്റെ രഹസ്യമെന്തെന്ന് അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ഹജ്ജിന് വരാൻ ആശിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഞാനൊരു ദരിദ്രനാകയാൽ ഇതുവരെ ഒത്തില്ല. ഇക്കൊല്ലം 300 വെള്ളി ഞാൻ ഒപ്പിച്ചു. പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. അപ്പോഴാണ് അയൽവക്കത്ത് നിന്ന് ഇറച്ചി ചുടുന്നതിൻ്റെ വാസന എൻ്റെ ഭാര്യയുടെ മൂക്കിലേക്ക് തുളച്ചു കയറുന്നത്. അവൾ ഗർഭിണിയായിരുന്നു. അവൾക്കാണെങ്കിൽ ഒരൊറ്റ നിർബന്ധം, ആ ഇറച്ചി ഒരു കഷ്ണം കിട്ടിയേ പറ്റൂ. കഷ്ടത്തിലായി ഞാൻ അയലത്ത് ചെന്നു. വൃദ്ധയും യതീമുകളാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ഒരു കഷ്ണം ഇറച്ചി വേണമെന്ന് പറഞ്ഞ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ വൃദ്ധ കരയാൻ തുടങ്ങി. ഇവിടെ 3 നാളായി ഞങ്ങൾ പട്ടിണിയിലാണ്. ഈ യതീമക്കളുടെ കരച്ചിൽ അസഹ്യമായപ്പോൾ ഞാൻ പുറത്തിറങ്ങി. വഴിയിലൊരു കഴുത ചത്തു കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഒരു തുണ്ടം മുറിച്ചു കൊണ്ടുവന്നു. വേവിച്ചതാണ്. വിശന്നാൽ ചത്തുപോയതും ഹലാലാണല്ലോ. പക്ഷേ നിങ്ങൾക്കിത് തരുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷേ നിങ്ങൾക്കിത് തിന്നാൻ പറ്റില്ല, ഹറാമാണ്. ഞാനിത് കേട്ട് ഉരുകിപ്പോയി വേഗം വീട്ടിലേക്ക് മടങ്ങി. ഹജ്ജിന് കരുതി വെച്ച 300 ദിർഹം എടുത്ത് ഇങ്ങനെ ആത്മകഥം ചെയ്തു: മക്കത്തെ ഹജ്ജ് മുറ്റത്ത് തന്നെ എത്തിയിരിക്കുന്നു. ഇനി എന്തിന് ഞാൻ ഹജ്ജിന് പോകണം? ഞാൻ ആ പണക്കിഴി ആ തള്ളയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ആ ഇറച്ചി വലിച്ചെറിയൂ, ഇതിലുള്ള പണം മക്കൾക്ക് വേണ്ടി ചെലവാക്കിക്കൊള്ളൂ. ഇതായിരുന്നു സംഭവം. നമ്മുടെ അയൽപക്കത്ത് നിരവധി പട്ടിണി പാവങ്ങൾ ഭക്ഷണമില്ലാതെ വിശന്ന് കഴിയുമ്പോൾ നാം ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നുവെങ്കിൽ ശ്രദ്ധിക്കൂ, അള്ളാഹു അത് സ്വീകരിക്കില്ല. നമ്മുടെ പവറും പ്രതാപവും കാണിക്കാൻ വേണ്ടിയല്ല ഹജ്ജും ഉംറയും മറ്റ് കർമ്മങ്ങളും ചെയ്യുന്നത്. ഇങ്ങനെ പോകാനൊരുങ്ങുന്നവർ തൻ്റെ അയൽവക്കത്ത് 40 വീടുകളിലെങ്കിലും അവർ സുഭിക്ഷമാണ് എന്ന് ഉറപ്പുവരുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.